നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, രാഷ്ട്രീയം ഒന്ന് അത്യാവശ്യം പോയി. എനിക്ക് വന്ന് ഇടതു മുന്നണി ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു. 110 നമ്മൾ ഇന്നലെ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലെ എംപിമാര് മത്സരിക്കേണ്ടതെല്ലാം തീരുമാനിച്ചു എന്നാണ് ഇപ്പം വാർത്തകൾ പറയുന്ന ചാനലിൽ. ഈ ചാനലുകൾ വരുന്ന വാർത്തകളൊന്നും വാസ്തവമല്ല കേട്ടോ. രാവിലെ എനിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചാനലുകൾ വരുന്ന വാർത്ത ഒന്നും വാസ്തവമല്ല. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയാവുന്ന ഒരു വാർത്ത വന്നല്ലോ. അതെ, പാലക്കാട് മത്സരിക്കും. ഉണ്ണി മുകുന്ദൻ BJP ആയിട്ട് ഒരു ബന്ധവുമില്ല. ഞാനൊരിക്കലും ആ വിഷയം വീഡിയോ ചെയ്തിരുന്നു. ഉണ്ണിമുകുന്ദൻ മോദിയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. മോദി നേരിട്ട് വിളിച്ചു. മോദി പിന്നെ നേരിട്ട് വിളിച്ചാണ് സംസാരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ പണി എന്താണ്? ഒരു ലോജിക്കൽ. മോദിയുടെ ആത്മകഥ സിനിമയാക്കുന്ന ഒക്കെ കള്ളത്തരമാണ്. എല്ലാം കള്ളത്തരമാണ്. മാത്രമല്ല BJP സർക്കിളിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. അതുപോലെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും MPമാർ മത്സരിക്കുന്നു പറഞ്ഞ് കുറച്ച് പേര് വന്നല്ലോ. മത്സരിക്കാൻ പലർക്കും ആഗ്രഹമുണ്ട്. ഇപ്പം ഷാഫിക്ക് പോലും ആഗ്രഹമുണ്ട്. ഓർക്കണം, പാലക്കാട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. മന്ത്രിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഷാഫിക്ക് മന്ത്രിയാൻ ആഗ്രഹമുണ്ട്. ഹൈബിക്ക് വലിയ ആഗ്രഹം, 3-ാം തവണയായല്ലോ. ഹൈബിക്ക് മത്സരിക്കാൻ ആഗ്രഹം. സുധാകരൻ ആഗ്രഹമാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ മാത്രം ഒരു പക്ഷേ അവസാന നിമിഷം ഒരു ഇളവ് സംഭവിച്ചേക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. 3 കാര്യങ്ങളാണ്. ഒന്ന്, അടൂർ പ്രകാശിന് മനസ്സോടെയാണ് പാർലമെന്റിൽ പോയത്. അടൂർ പ്രകാശിന് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദി ഒന്നും വലിയ വശമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ്, നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നിന്നാൽ മാത്രമേ കോന്നി പിടിക്കാൻ പറ്റൂ. അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഈഴവ കമ്മ്യൂണിറ്റി ഒരു കാലത്ത് എത്രയോ, നിങ്ങൾക്കറിയാമല്ലോ, കണക്കറിയാമല്ലോ, ഈഴവ മന്ത്രിമാരും മുഖ്യമന്ത്രിമാര്, ഇപ്പൊ C കേശവൻ അല്ലെങ്കിൽ R ശങ്കർ, മന്ത്രിമാർ എത്ര പേര്? വയലാർ രവി, തച്ചടി പ്രഭാകരൻ, K ബാബു, കഴിഞ്ഞാണോ നേരത്തെ ബാബു വരെ. അപ്പൊ ഇപ്പൊ ഫലത്തിൽ ബാബു മാത്രമേ ഉള്ളൂ തോന്നില്ലേ? നിലവിൽ ബാബു മാത്രമേ. അതിന് ഇപ്പൊ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കി. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന പവർഫുൾ ആയിട്ട് ആളുകൾ ഇല്ല. അതിന്റെ കാരണം ഈഴവ കമ്മ്യൂണിറ്റി പ്രശ്നമാണ്. കാരണം എല്ലാം CPM-ന്റെ കൂടെ പോയി. കോൺഗ്രസ് ആണ് ഈഴവ പ്രമാണിമാരും ഇന്ന് രംഗത്ത് സജീവമല്ല. വയലറിയാണെങ്കിലും ആ ഒരു സ്റ്റേച്ചറുള്ള ആളുകളില്ല, ആരും വളർത്തിയെടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ശരി അല്ലേ? അതാണ്. അതേസമയം നായപ്രമാണിമാർക്ക് ഒരു പഞ്ഞമില്ല. ഇഷ്ടം പോലെ കൊച്ചു പിള്ളേർ മുതലേ സകലെടുത്തുണ്ട്. അപ്പം കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു ഈഴവ പ്രതിനിധി എന്ന നിലയിൽ ഒരു പക്ഷേ അപ്പം ചോദിക്കും സുധാകരൻ തീയനാണ്. അത് SNDP-യുടെ ഭാഗമാണെങ്കിലും തെക്കൻ ജില്ലകളിൽ ഈഴവ ഈ SNDP എന്ന് പറയുന്നത് പോലും ഈ തെക്കൻ ജില്ലകളിലാണ്. വടക്കൊന്നും ഒരിക്കലും കണ്ടാരാ വന്നിരുന്നു. വടക്കൊന്ന് ഉണ്ണേരിക്കുട്ടി അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊരു വടക്കിന് എറണാകുളം വരെയുള്ളവർ, തൃശ്ശൂർ വരെയുണ്ട്. അങ്ങോട്ടുണ്ട്, തൃശ്ശൂർ വരെയുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് മലപ്പുറം മുതൽ അങ്ങോട്ട് കുറവാണ്. അവർ തീയരാവുന്നിടത്ത്, മലബാറിൽ തീയരാവുന്നവരെ അവരെ പൊതുവെ SNDP-യുടെ നേതൃരംഗത്തില്ല. ഒരു ശ്രമം നടത്തിയത് ഗോകുലം ഗോപാലനാണ്. പക്ഷെ അത് പൊളിഞ്ഞു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെത് ഒഴികെ ആരുടെയും ഒരു പ്രാധാന്യം ഞാൻ കാണുന്നില്ല. അപ്പോൾ അതാണ് ഒരു ഏറ്റവും പ്രബല സമുദായത്തിന് ശരിക്കും പറഞ്ഞാൽ ആളില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയൊരു നാണക്കേടാണ്. 25% ജനങ്ങൾ ഉള്ള ജനസംഖ്യ ഉള്ള ഒരു സമുദായം, അത്രയും വലിയ സമുദായമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റേ CPM-ൽ പിന്നെ എല്ലാവരെയും നിർത്തും. ഈ കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ടവരും എല്ലാവരും നിർത്തും. കഴിഞ്ഞ തവണ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇന്നൊരൊക്കെ നിർത്തും. കാരണം ജയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ വാശി. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്ത അതേ പണി. മുതിർന്ന നേതാക്കളെ തപ്പി പിടിച്ചുകൊണ്ടുവന്ന് രംഗത്തിറങ്ങിയതായിരിക്കും CPM-ക്ക്. LDF യോഗം ചേർന്നപ്പോഴും 110 മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ അതിലും നിൽക്കും. ആത്മവിശ്വാസം കൊട്ടണമെങ്കിൽ 110 നിൽക്കും. ഇന്നലെ എന്നോട് ഒരാൾ 110 സീറ്റ് ഇവർ ആർക്ക്? LDF-ന് പോകും. ഒരു 25 സീറ്റ് 20 സീറ്റ് ലീഗ് കൊണ്ടുപോകും. അപ്പം 110ഉം 20 130ആയി. പിന്നെ 10 സീറ്റ് 20 കൂട്ടിക്കും. ഇപ്പം 110, അപ്പം 130ആയി. പിന്നെ 10 സീറ്റ്, ആ 10 സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ സംഖ്യയൊക്കെ എന്നാ കിട്ടുമെന്ന് ചോദിച്ച BJP-ക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ BJP-യുടെ കാര്യം പറയുമ്പോൾ BJP-ക്ക് വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയുടെ സമയമായി. കാരണം രാജേഷ് ഔട്ടായി. കാരണം രാജേഷ് മേയറായി പോയി. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, താൻ മത്സരിക്കുന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവല്ലെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ്റെ പേരാരെ വിളിച്ചു പറഞ്ഞു. ശ്രീലേഖ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അവശേഷിക്കുന്നത് ഇപ്പോൾ കൃഷ്ണകുമാർ മാത്രമാണ്.
മാത്രം അദ്ദേഹം അവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു, വളരെ സജീവമാണത്. അപ്പം കൃഷ്ണകുമാറിന്റെ സാധ്യത നാട്ടുകാരനാണ്, ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. പഠിച്ച അപ്പം തിരുവനന്തപുരത്ത് വലിയ സാധ്യതയാണ്. നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ഈ തിരുവനന്തപുരം മണ്ഡലം അത്ര സാധ്യതയില്ലെങ്കിൽ പോലും ശക്തിയുള്ള സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്നുള്ള മണ്ഡലം. ഈ കഴക്കൂട്ടം. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു കുഴപ്പം, എത്ര വിചാരിച്ചാലും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. കോസ്റ്റൽ ഏരിയക്കാർ വോട്ട് ചെയ്യത്തില്ല തിരുവനന്തപുരം മണ്ഡലത്തിന്. തിരുവനന്തപുരം ഞാൻ താമസിക്കുന്ന ഏരിയ മുഴുവൻ BJP ആണ് കൗൺസിലർമാർ ജയിച്ചത്. പക്ഷെ അതിന്റെ അപ്പുറമുള്ള അതിർത്തി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നെടുമങ്ങാടും നല്ലതായിട്ട് BJPക്ക് പോകുന്നുണ്ട്. രാജേഷ്, ഞാനിപ്പോൾ രാവിലെ രാജേഷിന് ഇന്റർവ്യൂ എടുത്തിരുന്നു, നമ്മളെ പോഡ്കാസ്റ്റ് രാജേഷ് ഉണ്ട്. രാജേഷ് 30,000-30,000 വോട്ട് പിടിച്ചു. തോറ്റു. 30,000 വോട്ട്. സ്വാഭാവികമായി ആദ്യം രാജേഷ് നിശ്ചയിച്ചിരുന്നത് ഹരിപ്പാടായിരുന്നു. അങ്ങനെ ആദ്യം പ്രഖ്യാപിച്ച് അങ്ങനെയൊക്കെ വന്നു. പിന്നീട് രാജേഷ് നെടുമങ്ങാട്ടേക്ക് സ്വന്തം നാടാ, നമ്മുടെ നാടാണ്. അവിടെയാണ് നിന്നപ്പോൾ രാജേഷ് ആകുമ്പോൾ അവിടെ നിന്നാണ് രാജേഷ് വളർന്നു വന്നത്. പാലോട് രവി തന്നെ മത്സരിക്കുന്നതാണ് നല്ലതെന്നൊരു പറച്ചിലുണ്ട്. നെടുമങ്ങാട് പാലോട് നിൽക്കുന്നതാണ് നല്ലത്. ഒരാൾ ഈ പ്രായത്തിന്റെ കാര്യം നോക്കരുത് എന്നുള്ള ചില ആളുകൾ VM സുധീറിന്റെ കാര്യത്തിൽ നോക്കരുത്. അതെ, വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട ഒരു വിവേക ബുദ്ധി, ഇപ്പോൾ MM ഹസൻ, പിന്നെ ആരാ KC ജോസഫ്, പിന്നെ എന്താണ് തിരുവഞ്ചൂര്, പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞത് മത്സരിപ്പിക്കരുതാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ മത്സരിച്ചാൽ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്ത റിട്ടയേർഡ് ടീംസ് ഉണ്ട്. KC ജോസഫ്, MM ഹസൻ, പിന്നെ നമ്മുടെ INTUസിന്റെ ചന്ദ്രശേഖരൻ, ഇങ്ങനെ കുറെ ആൾക്കാർ സീറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സംശയമാണ്. ഇവർക്കൊന്നും സീറ്റ് കൊടുക്കരുത് ഒരു കാരണവശാലും. ഇവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അതേസമയം മുതിർന്ന നേതാക്കളിൽ തന്നെ ജയസാധ്യതയുള്ള ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും കിട്ടും, സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പരീക്ഷിക്കുന്നതിൽ തെറ്റ്, പ്രത്യേകിച്ച് VM സുധീരനെ പരീക്ഷിക്കുന്നതിൽ തെറ്റ് നല്ലതാണത്. കാരണം അവിടെ നിന്ന് പിണറായി വിജയൻ ബദൽ ഇപ്പുറത്ത് കാണിക്കാൻ പറ്റും. മണലൂർ കൊണ്ട് നിർത്തണം, സുഖമായിട്ട് ജയിക്കാം. അത് എത്ര തവണ അദ്ദേഹം 80 മുതൽ 96 വരെ മണലൂർ MLA, 16 വർഷം MLA ആയിരുന്നു. ബേസിക്കലി തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർ തന്നെയാണ്, അത് അന്തിക്കാട്. അപ്പം മണലൂർ ശരിക്കും പറഞ്ഞാൽ VM സുധീരൻ പ്രാതിനിധ്യമാവും. എനിക്ക് ആകെ സങ്കടമുള്ളത് നമ്മുടെ ആറന്മുള വീണ ജോർജിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ വിജയ് ഇന്ദുചൂടനാണ്. അവിടെ ശ്രദ്ധേയനാണ്. ഇനി അഥവാ അവർക്ക് ഈ ഓർത്തഡോക്സ് വല്ല അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ അബിൻ വർക്കി. പക്ഷേ വേണുഗോപാലിന് താല്പര്യം പഴകുളം മധുവിനോടാന്ന് പറയുന്നത്. പക്ഷെ പഴകുളം മധു ഒട്ടും ജനപ്രിയനല്ല. പക്ഷെ ഒറ്റ പ്രശ്നം അവർ ചോദിക്കുന്നത്, പല ആളുകളോടൊക്കെ സംസാരിക്കാൻ ചോദിക്കുന്ന കാര്യം, അദ്ദേഹത്തിന് ഇതൊരു സീറ്റ് കൊടുക്കാൻ പറ്റിയിട്ട് നല്ല സീറ്റ് വളരെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ആളാണെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ പാടാണ് ഈ അങ്ങനൊരു ചില ഇത്തരം സാധ്യതകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നം. അബിൻ വളരെ നല്ല ഇടിച്ചു നിൽക്കുന്ന നല്ല ഓർത്തഡോക്സ് സഭക്കാരനാണ്. വിജയ് ആണ് ബെസ്റ്റ്. അഭിനയം പരിഗണിക്കും, ഫൈറ്ററാണ് വിജയ്, നല്ല ഫൈറ്ററാണ്. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. രാഷ്ട്രീയമല്ല, നമ്മുടെ വിഷയം ശബരിമലയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജി വരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം വന്ന വാർത്ത അത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊന്ന് കരുതി ഇത് അറസ്റ്റ് ആണോ, അറസ്റ്റ് നടന്നു കഴിഞ്ഞിരിക്കും. വിളിച്ചു വരുത്തിയല്ലേ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത അറിഞ്ഞത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കണ്ഠരര് രാജി വരെ മോഷണം നടത്തിയത്. ഒരിക്കലും ചെയ്യില്ല. അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും സഹായകരമായ രീതിയിൽ പോയി മോഷണം നടത്തില്ല നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മോഷണം നടത്തി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം മോഷണം നടത്തി ജീവിക്കേണ്ട ഒരു ഗതികേട് ഇല്ല ഈ താഴമൺ കുടുംബത്തിനില്ല. നമ്മൾ ഈ തന്ത്രി കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണാനദി കരയിൽ താമസിച്ചിരുന്ന 2 ബ്രാഹ്മണരെ 1500 പരശുരാമൻ കൊണ്ടുവന്നതാണ് സങ്കല്പം. അതായത് കേരളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മലയോര പ്രദേശങ്ങളിൽ ശാസ്താവിനെയും ബാക്കിയുള്ളിടത്തെങ്കിൽ വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ പ്രതിഷ്ഠിച്ചാണ് പോയത്. അങ്ങനെയാണല്ലോ പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണല്ലോ കേരളത്തിലെ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും. അതിന് ഈ ക്ഷേത്രങ്ങളുടെ തന്ത്രിമാരായി 2 കുടുംബങ്ങളെ കൊണ്ടുവന്നു, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നു. ഈ 2 കുടുംബങ്ങൾ ഈ കൃഷ്ണാനദി താഴെക്കൂടെ കടന്നവരും മറ്റേ വകഞ്ഞ് കടന്നവരുമുണ്ട്. ഈ താഴെക്കൂടെ വെള്ളത്തെ വിഭജിച്ച് താഴെക്കൂടെ കടന്നു വന്നുകൊണ്ടാണ് താഴമൺ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ അവർ പമ്പയാറിൻ്റെ തീരത്ത് ചെങ്ങന്നൂർ ഭാഗത്ത് വന്ന് സെറ്റിലാവുന്നു. അങ്ങനെ ഈ കുടുംബത്തിനാണ് ശബരിമലയുടേത് മാത്രമല്ല ഏതാണ്ട് 1000-ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രിസ്ഥാനമുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ ഏതാണെന്നറിയാമോ? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും. അതിൻ്റെ എല്ലാം രണ്ടിനെയും തന്ത്രി ഇവർ തന്നെയാണ്, താഴമൺ കുടുംബമാണ്. ഇത്തരത്തിൽ ധാരാളം
ക്ഷേത്രങ്ങളുടെ പ്രധാന ക്ഷേത്രങ്ങളുടെ തന്ത്രി കുടുംബമാണ്, ഈ തന്ത്രിസ്ഥാനമുള്ള ആളാണ് ഇവർ. അപ്പം ഇത് പന്തളം, ഇതിൻ്റെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ഇതെല്ലാം വളരെ വളരെ വിചിത്രമാണ് പല കാര്യങ്ങളും. ഇപ്പം പന്തളം കൊട്ടാരം ക്ഷണിച്ചു വരുത്തി എന്നുള്ളതാണ് സങ്കല്പം. ഈ പന്തളം കൊട്ടാരം എന്ന് പറയുന്ന പോലും തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ വന്ന് ഇവരെ നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബം അഭയം കൊടുത്ത ഒരു സംവിധാനമാണ് പന്തളം എന്ന് പറയുന്നത്. ഈ പന്തളം കുടുംബത്തിലായിരുന്നല്ലോ അയ്യപ്പനുണ്ട്. അപ്പം ഈ പന്തളം കൊട്ടാരം ക്ഷണിച്ചു കൊണ്ടുവന്നു പറഞ്ഞത് പരശുരാമൻ കൊണ്ടുവരുന്ന പന്തളം കൊട്ടാരം കൊണ്ടുവന്നു. ഈ രണ്ട് പറച്ചിലുമുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഈ പുരോഹിത പാരമ്പര്യത്തെ ആരും ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടില്ല. അന്തിമ വാക്കാണ് ശബരിമല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചല്ല അവരുടേതാണ് അന്തിമ വാക്ക്. ഈ യഥാർത്ഥത്തിൽ തന്ത്രി എന്ന സങ്കല്പം അതുപോലും നമ്മളൊന്ന് മനസ്സിലാക്കി. എന്താണ് ഈ തന്ത്രി? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിലേക്ക്? തന്ത്രിയും മേൽശാന്തി എന്നുള്ളത് രണ്ടാണെന്ന് മാത്രമേ. തന്ത്രി പെർമനന്റ് തുടരുന്നു, മേൽശാന്തി മാറി മാറി വരുന്നു എന്നുള്ള മാത്രമേ എനിക്ക്. അല്ല, എന്താണ് ഈ തന്ത്രി, എന്താ മേൽശാന്തി? ഈ മേൽശാന്തിയൊക്കെ പൂജാരിമാരാണ്. ഈ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു തന്ത്രി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഹിന്ദുവായ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു തന്ത്രിയുണ്ട്. ഈ തന്ത്രി എന്ന് പറയുന്നത് ആളാണ് യഥാർത്ഥത്തിൽ, നമ്മളത് പറയുമ്പോൾ അത് തർക്കം ഉണ്ടാവും എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഭഗവാന്റെയോ ഭഗവതിയോടോ അച്ഛൻ എന്നാണ്, പിതൃസ്ഥാനീയനാണ്. അപ്പം അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനത്താണ് തന്ത്രിക്കുള്ളത്. അതായത് ഇത് ഒരു കാര്യം ആലോചിക്കേണ്ടത് വെച്ചാൽ, ഈ ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് നമ്മളൊരു വിഗ്രഹത്തിന് ജീവൻ കൊടുക്കുന്നതാണ് ദൈവം. അതായത് ഇപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം അത് പ്രതിഷ്ഠയായി മാറുന്നത്, അത് അയ്യപ്പനായി മാറുന്നത് ആ കരിങ്കലായിക്കോട്ടെ അല്ലെങ്കിൽ ലോഹമായിക്കോട്ടെ പഞ്ചലോഹമായിക്കോട്ടെ എങ്ങനെയാണോ ഇത് സ്ഥാപിച്ചത് ആ വിഗ്രഹത്തിലേക്ക് അതിനുള്ള പുരോഹിത വിധി അനുസരിച്ച് ഈ തന്ത്രിമാർ പൂജകളിലൂടെ കർമ്മങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ ജീവൻ കൊടുക്കുകയാണ്. ജീവൻ കൊടുത്ത പിതാവാണ്. അതാണ്, അതുകൊണ്ടാണ് അതാണ് പിതൃസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഗ്രഹത്തിലേക്ക് ജീവൻ പ്രവേശിക്കുമ്പോഴാണ് അത് പ്രതിഷ്ഠയാവുന്നത്. ആത്മീയ ചൈതന്യം അതെന്റെ ആ ജീവൻ അതാണ്. അപ്പം അവിടെയാണ് ഇത് ഷോക്കാവുന്നത്. ഞാൻ പറഞ്ഞ ഒരു മേൽശാന്തി മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം മേൽശാന്തിയുടെ പണി എന്താണ്? അയാൾക്ക് നറുക്ക്, ശബരിമലയാണ് നറുക്ക് വീഴുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ജോലിക്കാരനാണ്, ജീവനക്കാരനാണ്. അപ്പോൾ ഒരു മേൽശാന്തിയുടെ പണി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലെ പൂജ നടത്തുക. അപ്പോൾ അയാൾ പൂജ അറിയണം, അത് മാത്രമേ ഉള്ളൂ. ഈ മേൽശാന്തിയെ അല്ലെങ്കിൽ ഒരു പൂജാരിയെ അവിടുന്ന് മാറ്റി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഇടാം. അപ്പം ഇയാൾ പൂജ അറിഞ്ഞാൽ മതി. പക്ഷെ തന്ത്രി അങ്ങനല്ല. തന്ത്രി അടിസ്ഥാനപരമായി ദൈവത്തിന്റെ ചൈതന്യമാണ്, അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്. അൾട്ടിമേറ്റ് അതോറിറ്റിക്ക് അപ്പുറത്തേക്ക് അയ്യപ്പന്റെ പിതാവാണെന്ന് ഓർക്കണം. അപ്പൊ അത്തരത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ആൾ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അതായത് മകന്റെ സ്വത്തുക്കളെ പിതാവ് മോഷ്ടിക്കുമോ? പിതാവിന്റെ സ്വത്തുക്കൾ മകൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. മകന്റെ സ്വത്തുക്കൾ പിതാവ് മോഷ്ടിക്കുമോ? അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് സംഭവിച്ചു കാണും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബ്രാഹ്മണ കുടുംബങ്ങൾക്കുള്ളൊരു കുഴപ്പമുണ്ട്. ഈ ബ്രാഹ്മണ കുടുംബങ്ങൾ പൊതുവേ ഇവർ വളരെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതിനകത്ത് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ വഴക്കാളിയാണ് രാഹുൽ ഈശ്വർ. അതെ, ഈ വഴക്കാളിയായ രാഹുൽ ഈശ്വർ വഴക്കുണ്ടാക്കുമ്പോഴും ഇയാൾ വളരെ ശാന്തമായ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ? വളരെ അപൂർവമായി മാത്രമേ ഇയാൾ കണ്ടിട്ടുള്ളൂ. വളരെ എന്നെ വിളിക്കുമ്പോൾ ഷാജൻജി, എല്ലാവരും വിളിക്കുന്ന ജി കൂട്ടിയാണ് വിളിക്കുന്നത്. എല്ലാവരോടും സൗമ്യതയും ഭയങ്കര പൊളൈറ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് ആണ്. ഈ കുടുംബങ്ങൾ പൊതുവെ, ഈ ബ്രാഹ്മണ കുടുംബങ്ങൾ പൊതുവെ വളരെ ആദരവോടുകൂടിയാണ് മറ്റുള്ളവർ, അഹങ്കാരത്തോടെ അല്ല. ഇവരെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോഴും ബ്രാഹ്മണ കുടുംബങ്ങൾ പൊതുവെ വളരെ ആദരവോടുകൂടിയാണ് അവരോട് പെരുമാറുന്നത്. അപ്പം ഈ കുടുംബത്തിൽപ്പെട്ട ഈ ഇദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? യാതൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അശ്രദ്ധ ഭാഗത്തുണ്ടായോ എന്ന് സ്വാഭാവികം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറി പറ്റി ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഇദ്ദേഹം നിയന്ത്രിച്ചില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ മൗന അനുമതിയോട് കൂടിയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടുത്തെ തന്ത്രിയാണ് കണ്ഠരര് രാജീവര്. അപ്പം ആ ബന്ധത്തിനെ തുടർന്നാണ് അദ്ദേഹം ശബരിമലയിലേക്ക് വരുന്നത്. ശബരിമല കീഴ്ശാന്തിയുടെയും കീഴിലുള്ള ആളോ അങ്ങനെ എന്തൊക്കെയാണ്, വളരെ ചെറിയ പദവിയാണ് എത്തിയത്. അയാൾ കീഴ്ശാന്തിയോ അങ്ങനെ എന്തോ പദവിയിലാണ് എത്തിയത്. ഈ സഹായിയായി സഹായിയാണ്. അവിടെ ഒരുപാട് സഹായികൾ കാണും എല്ലാ വർഷവും സന്നിധാനത്ത്. അപ്പം അങ്ങനെ എത്തി അദ്ദേഹം പതിയെ ഗ്രിപ്പുണ്ടാക്കി
തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ താമസവും മറ്റും കിട്ടിയെന്ന് പറയുന്നു. അപ്പം ഇദ്ദേഹത്തെ വെച്ച് ഇതിനകത്ത് സംഭവിച്ചാൽ ഉള്ള സാധ്യത പറഞ്ഞുതരാം. ഈ തന്ത്രി ഇത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ഞാൻ ഇതിനകത്തൊരു എൻ്റെ ഒരു ഈ പലരും പറയുന്നു, ഇപ്പം ഈ രാഹുൽ ഈശ്വർ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു ശ്രദ്ധ മാറ്റാൻ വേണ്ടി. ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, എന്താ പ്രതികരിച്ച് പറഞ്ഞത് ഈ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരം ഇവരെല്ലാം വിശ്വാസികളാണ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഇടതുപക്ഷക്കാരല്ല, പക്ഷേ പോലീസ് ഓഫീസർമാർക്ക് വിശ്വാസികൾ, പ്രത്യേകിച്ച് വെങ്കടാഷൊക്കെ വിശ്വാസിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിക്കൂ, ശ്രീജിത്ത്, നമ്മുടെ IPS കാരനായ ശ്രീജിത്ത് അവിടെ പോയി ഭഗവാൻ കരഞ്ഞു. എന്തിനാണ്? ഈ അപ്പം അത്തരം ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു വിശ്വാസികൾക്ക് ഒരിക്കലും ഭഗവാന്റെ പിതൃസ്ഥാനത്തുള്ള ഒരാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക അത്ര എളുപ്പമല്ല. അവർ വല്ലാതെ ആശയക്കുഴപ്പത്തില്ല. നാളെ അത് പിടിക്കപ്പെട്ടാൽ, ഇനി രാഷ്ട്രീയക്കാർ വിശ്വാസമില്ലാത്ത CPM സർക്കാരിൻ്റെ കാര്യം ഓർക്കുക, നാളെ പിടിക്കപ്പെട്ടാൽ, അതായത് ഇന്നല്ലെങ്കിൽ നാളെ നിരപരാധിത്വം തെളിയുമല്ലോ. അതെ, ഒരിക്കലും സമ്പൂർണ്ണ വളരെ അപൂർവ സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ഒരിക്കലും എന്ന് പറഞ്ഞതിൻ്റെ അതൊരു പ്രശ്നമുണ്ട്. ഇന്നത്തെ ഒരു സംഭവം കണ്ടായിരുന്നോ? കള്ളക്കേസ് കുടിക്കുക, 14 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, ജീപ്പ് തള്ളാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു, അയാളെ പിടി ജയിലിലിട്ടു. അത് വെറുതെ വന്ന് ഇവനാണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടൊക്കെ പോയത് 53 ദിവസം കൊണ്ട് 53 ദിവസം ജയിലിൽ. അത് മാത്രമല്ല, അതിനേക്കാളും ഞെട്ടിക്കുന്നത് അയാളുടെ ബിസിനസ്സും സാമ്രാജ്യം എല്ലാം പോയി. അതിനേക്കാളും ഞെട്ടിക്കുന്നത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ആനന്ദ് വിശ്വനാഥൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് പിടിച്ചതിന് പ്ലാൻ ചെയ്ത് പീഡന കേസാക്കി. അപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. അവർ മറ്റേ ശിക്ഷിക്കപ്പെട്ടു വരുന്നത്. പക്ഷേ ഇവരെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കുറ്റം ചെയ്യാത്തവൻ രക്ഷപ്പെടും ഈ നിയമത്തിന്റെ മുമ്പിൽ. അതങ്ങനെയാണ്, അവൻ എന്തെല്ലാം ദുരിതം അനുഭവിച്ചാലും സത്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ തന്ത്രി കുടുംബത്തിന് ഒരു തരത്തിലുള്ള ബന്ധവും ഇതിനോടില്ല എന്ന് കരുതുക. അപ്പോൾ അവരെ അങ്ങനെ അങ്ങോട്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച് മൈലേജ് ഉണ്ടാക്കാൻ ഒരിക്കലും അവർ ശ്രമിക്കില്ല. അതിനുള്ള ധൈര്യമില്ല. ഞാൻ പറഞ്ഞ അതിനുള്ള ധൈര്യം വിശ്വാസികൾ തന്നെയാണ്. ഇനി ഇവർ ചെയ്താലും ഇതിൻ്റെ അകത്ത് എല്ലാവരും ഒരേപോലെ ഇതിന് കൂട്ടു നിൽക്കത്തില്ലല്ലോ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലീഗലി ഇങ്ങനെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തന്ത്രിയുടെ സഹായത്തോടു കൂടിയാണ് പോറ്റി അവിടെ എത്തുന്നത്. കാരണം അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ വരുന്നത്. അത് കഴിഞ്ഞ് പോറ്റി കള്ളനായിരുന്നു, പോറ്റി കച്ചവടക്കാരനായിരുന്നു. പോറ്റി ഇവിടെയുള്ള കള്ളന്മാരെ കണ്ടപ്പം, കള്ളനായ പോറ്റി തന്ത്രിയോട് കൂടെ വന്നപ്പോൾ ഇവിടെയുള്ള കള്ളന്മാരെ കണ്ടപ്പം കച്ചവടം നടത്തിയപ്പോൾ ഇയാൾ ഒരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല. പക്ഷെ പോറ്റിയും ഇവരെല്ലാം ഒരുമിച്ച് ഈ ഗൂഢാലം നടത്തിയപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ഇപ്പം കൈക്കൂലി മേടിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പക്ഷെ അവരുടെ കൂടെ കൈക്കൂലി മേടിക്കുന്നവരെ ഇവർ കണ്ടില്ലെന്നിരിക്കും. അതെ, എനിക്ക് പരിചയം വളരെ അടുപ്പമുള്ള ആളുകളുണ്ട്. അവർ കൈക്കൂലി വാങ്ങൂല, പക്ഷെ കൈക്കൂലിക്കാർക്കെതിരെ ബഹളം വെക്കാനോ പ്രതിഷേധിക്കാനോ മിണ്ടൂല. നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇക്കാര്യത്തിൽ. ആ കൈക്കൂലി ഓഫീസ് അവർ മിണ്ടൂല. അപ്പം അത്തരത്തിൽ ഇദ്ദേഹം ഒരു പക്ഷേങ്കിൽ ഈ മോഷണത്തിൻ്റെ വ്യാപ്തി അറിയാതെ ഒരുപക്ഷെ നിശബ്ദമായി മൗനം പാലിച്ചു. മാത്രമല്ല, ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കാലം ബാംഗ്ലൂർ ആയിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഒരുപാട് വ്യവസായികളെ കൊണ്ടുവന്നാണ് ഇവിടെ സ്പോൺസർഷിപ്പായിട്ട് കൊണ്ടുവന്നതാണ്. ചിലപ്പോൾ അവരുടെ വീടുകളിൽ പൂജയ്ക്കൊക്കെ ഇവരെ പോലുള്ള തന്ത്രിമാരൊക്കെ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വലിയ തുകയായിരിക്കും ദക്ഷിണായിട്ടൊക്കെ കിട്ടുന്നത്. ഒരു ഷാനുള്ള സാധനം തലക്കളയാൻ പറ്റുകയല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നിന്നുള്ള പല പ്രമുഖരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. അത്തരത്തിൽ അപ്പോഴും രാജ്മോഹൻ ഒരൊറ്റ പ്രശ്നം ബാക്കി കിടക്കുന്നത്, ഒരു മൂല പ്രശ്നം ബാക്കി കിടക്കുന്നത് 98-99 കാലഘട്ടത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് തന്ത്രിക്ക് അറിയത്തില്ലേ? ആ പൊതിഞ്ഞ സ്വർണം ഇവിടുന്ന് മാറ്റി പൂശാൻ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത് തന്ത്രിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ശ്രീകോവിൽ തുറക്കാൻ പറ്റത്തില്ല, ശ്രീകോവിലിന് മേൽക്കൂര ഇളക്കാൻ പറ്റും, ദ്വാരപാലരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പീഠം ഇളക്കാൻ പറ്റത്തില്ല, കൊടിമരം മാറ്റാൻ പറ്റത്തില്ല. അപ്പം തന്ത്രിയോട് പറയുകയാണ്, ഞാൻ ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോവാണ് എന്ന് പറയുമ്പോൾ സ്വർണം പൊതിഞ്ഞ് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് തന്ത്രി ചോദിക്കണ്ടേ? അത്ര ഒരു ചോദ്യം പ്രസക്തമല്ലേ? അല്ല, മാത്രമല്ല അദ്ദേഹം വളരെ ഒരു പരിചയസമ്പന്നമായ വ്യക്തികളെന്ന നിലയിൽ കുറെ കഴിയുമ്പോഴെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയണം. അത് ഞാൻ പറഞ്ഞത്, ആ മനുഷ്യന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധാരണഗതിക്ക് ഒരു തട്ടിപ്പുകാരൻ വന്നുപെട്ടാൽ ദ വെരി ഫസ്റ്റ് ഡേ എനിക്ക് പിടികിട്ടും. എനിക്ക് കിട്ടാതെ പോയ ഒരേ ഒരു കേസേ ഉള്ളൂ, തോന്നക്കലെ സായിഗ്രാം, നമ്മുടെ ആനന്ദ്കുമാർ.
അദ്ദേഹം സമ്പൂർണ്ണ തട്ടിപ്പുകാരനല്ല. അതെ, മറ്റേ അനന്തകൃഷ്ണന്റെ കൂടെ ചേർന്ന് അനന്തകൃഷ്ണന്റെ കൂടെ ചേർന്ന്. അപ്പോൾ അബദ്ധം പറ്റിയതാണോ എന്ന് പലരും ചോദിക്കും. അബദ്ധം പറ്റിയതാണെങ്കിലോ അബദ്ധം പറ്റാൻ പാടില്ല. ഒരു ഫ്രോഡാണ് ഈ അനന്തകൃഷ്ണൻ. അത് അറിയാൻ എല്ലാവർക്കും, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇയാൾ മുമ്പൊരിക്കൽ പ്രസ് ക്ലബ്ബിൽ വന്നതുപോലെ അവിടെ സമ്മാനം സ്കൂട്ടർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭാരവാഹികളെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ സൂക്ഷിച്ചോളൂ. ഇവൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിന് ഒരു പൈസ പറ്റിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ പറ്റിച്ച കേസ് കിടക്കുന്നുണ്ടായിരുന്നു. ആ വിഷയം പിന്നീട് ഇപ്പം ഇവനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആളാണ്. അപ്പം ഞാൻ അന്ന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നു. ഇവന് വളരെ പ്രായം കുറവാണ് ഈ അനന്തകൃഷ്ണൻ. 25 വയസ്സ് താഴെ കണ്ട അനന്തകൃഷ്ണൻ പറയുന്നത്. അനന്തകൃഷ്ണൻ ഒറിജിനൽ ഇവൻ ആനന്ദകുമാറുമായിട്ട് ബന്ധപ്പെടുകയും ആനന്ദകുമാർ സമൂഹത്തിൽ വിശ്വാസം മനസ്സിലായി. അല്ല, ആനന്ദകുമാർ എനിക്ക് തോന്നുന്നു ആനന്ദകുമാർ പെട്ടുപോയിട്ടുള്ള ഒരു കാര്യം, ഇവൻ കൃത്യമായിട്ട് സമൂഹത്തിൽ നിലയും വരെയുള്ള ആളെ ചെന്ന് കാണുകയും വിശ്വാസമുള്ള ആളെ കാണുകയും അവരെ കൂടെ പിടിച്ച ഈ കൂട്ടത്തിലിട്ട്. അല്ല, എങ്കിൽ പോലും ആനന്ദകുമാറിന് പറ്റിപ്പോയതായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരാൾ പാതി വിലയ്ക്ക് സാധനം കൊടുക്കുമ്പം അതിൻ്റെ ഫയൽ നോക്കണം. പിന്നെ ആനന്ദകുമാർ ഇവിടെ കാണിച്ച ഏറ്റവും വലിയ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ട, എനിക്ക് കേരളം കണ്ട ഏറ്റവും സങ്കടകരമായ തട്ടിപ്പ് ഇതാ. മറ്റ് തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണം നഷ്ടപ്പെടുന്ന ആർക്കാണെന്നറിയോ? ആർത്തിയുള്ളവർക്കാണ്. പണിയെടുക്കാതെ കിട്ടുന്ന. അവിടെ അവരുടെ പോട്ടെ, നമുക്ക് അധ്വാനം ജീവിക്കുന്ന കാശ് നമ്മൾ റിസ്ക് എടുക്കാൻ പോകത്തില്ല. ഇപ്പോൾ കൂടുതൽ കിട്ടാൻ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ഈ നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, സാധാരണ മനുഷ്യർ. ഈ സാധാരണ മനുഷ്യരെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരോട് ഇന്ന് പറയാണ്, അതെ, അവർക്ക് നമ്മൾ പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം, തയ്യൽ മെഷീൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുത്തു. നിങ്ങൾ ആളെ ചേർക്കും, നിങ്ങൾക്ക് കമ്മീഷൻ. അവർ കമ്മീഷനൊന്നും മേടിച്ചില്ല പലരും. അതെ, കമ്മീഷനൊന്നും മേടിച്ചില്ല. ഇവരെന്നിട്ട് ഇത് കൊടുത്തിട്ട് അവസാനം ഇവർക്ക് നാണക്കേടായി, ഇവർ പ്രതികളായി, ഇവരുടെ ജീവിതം തകർന്നു. കാശ് കൊടുത്ത് ഇവരോട് ചോദിക്കും. അതെ, ഇത്തരത്തിലേക്ക് മാറിയ എല്ലാവരും ഭാര്യമാർക്ക് സ്കൂട്ടർ വരാന്ന് പറഞ്ഞല്ലേ, അവൻ മേടിച്ചില്ല. അല്ല, മനസ്സിലായി, തട്ടിപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ അതൊന്നും പിന്മാറി. അല്ല, പക്ഷേ ഏതോ ഒരു പ്രസ് ക്ലബ് അങ്ങനെ കൊടുത്തായിട്ട് വാർത്ത എന്നെ ശ്രദ്ധപ്പെട്ടു. തിരുവനന്തപുരത്തില്ല, എന്തായാലും തിരുവനന്തപുരത്തില്ല. അവൻ്റെ വാഗ്ദാനം വേണ്ടാന്ന് വെച്ചു. കാരണം തട്ടിപ്പാണെന്ന് മനസ്സിലായി. അന്ന് മേടിച്ചായിരുന്നെങ്കിലോ നിങ്ങളെല്ലാം പ്രതികളായത്. ഇങ്ങനത്തെ ഇത്തരം കക്ഷികളെ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇത് അബദ്ധമാണെന്ന് അറിയാം. ഇപ്പൊ കണ്ടില്ലേ പുതിയൊരു തട്ടിപ്പ് വീരനെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാസുദേവ്, ഒരു പേര് ഞാൻ മറന്നുപോയി. ഞാൻ 2 ദിവസം കൊടുത്തു. എന്തൊക്കെ തട്ടിപ്പാന്ന് പറയും. അപ്പം ഞാൻ 2 വാർത്ത കൊടുത്തപ്പം ഞാൻ ഈ 2 വാർത്ത, ഇവൻ ഈ ഒരു പെണ്ണിനെയും കൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസിനകത്തില്ല. അതും പിന്നെ ഇവൻ ഹം പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് കേന്ദ്രമന്ത്രി. പക്ഷേ ഇതിന് ശേഷം ഞാൻ ഈ 2 വാർത്ത വന്നപ്പം ഞെട്ടിക്കുന്നത്, ഇപ്പൊ അവൻ വലിയ ഹെലികോപ്റ്റർ ചുമന്ന ബോർഡ് വെച്ച് നടക്കുന്നുണ്ടാണ്. ഇവൻ ഹെലികോപ്റ്ററിൽ ബോർഡ് വെക്കും. സെൻട്രൽ ഗവൺമെന്റ് ബോർഡ് വെച്ച് ആലോചിച്ച് നോക്കിയേ. വലിയ ആഡംബര വാഹനം നടക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് കാശ്. എന്ത് വാസുദേവാണ്, എന്തൊരു വാസുദേവ, എന്തൊരു വാസ്തവം. സി, എൻ്റെ അടുത്തേക്ക് എത്തപ്പെട്ടത് എങ്ങനെ? അതാണ് എൻ്റെ അടുത്തേക്ക് എത്തപ്പെട്ടത്. പരസ്യം കൊടുക്കാമെന്ന് ചോദിച്ചു. ഹം പാർട്ടിയുടെ പരസ്യം കൊടുക്കാൻ ചോദിച്ചാൽ അല്ലെ പിന്നെ ഞാൻ അറിയുമോ? അത് ശരിയാണ്. ഹം പാർട്ടിയുടെ പരസ്യം കൊടുക്കാമെന്ന് ചോദിച്ചു എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് പരസ്യമോ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കേരള 1-ാം പേജിൽ, സൺഡേ സപ്ലിമെന്റ് 1-ാം പേജിൽ അത്രയും ഫ്ലക്സ് മോഡിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം തട്ടിപ്പുകാരിൽ തിരിച്ചറിയാനുള്ള വിവേകമില്ലായ്മയാണ്. ഈ ആനന്ദകുമാറിന് സംഭവിച്ച അതാണ്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരാണെന്ന് അദ്ദേഹം അന്വേഷിക്കേണ്ടിയിരുന്നു. അത് തന്നെ ഈ തന്ത്രിക്കും പറ്റി കാണാം. പക്ഷെ അത്രയും കാലമായിട്ടും ഇവന്മാരെല്ലാം കൂടെ കൂടി ഈ തട്ടിപ്പ് നടത്തുമ്പം അതിന് തടയിട. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ, ടെക്നിക്കലി സ്പീക്കിംഗ് തന്ത്രി കുറ്റവാളിയാണ്. കാരണം അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്. അയാൾ അറിയാതെ നടക്കില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം അന്നേ ഒപ്പുവെച്ചിട്ടുണ്ടാവും, അനുമതി കൊടുത്തു. ഒരു സ്ഥാപനത്തിൽ തന്നെ അവിടുത്തെ ഒരു വലിയ കുറ്റം നടന്നാൽ അവിടുത്തെ CEO മുഖ്യ ചുമതലക്കാരനാണല്ലോ ഉത്തരവാദിത്തം പറയേണ്ടത്. ഉണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കും കുടുങ്ങിപ്പോയത്. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും ക്ഷേത്രങ്ങളിലെ തന്ത്രിയായ ഒരാൾ കുടുങ്ങാൻ. നേരത്തെ ഇതിന്റെ സഹോദരൻ കണ്ടൊരു മോഹനൻ അന്ന് ആ ശോഭജോന്റെ കേസ് കുടുങ്ങിയപ്പോൾ തന്നെ വലിയ സഹോദരനായിരുന്നല്ലേ. ഇതിന് സഹോദരൻ അർത്ഥ സഹോദരനാണെന്ന് എനിക്ക് ഉറപ്പില്ല. സഹോദരൻ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. സഹോദരനാകാം ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്റെ മകനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അങ്ങനെ സഹോദരനായിരിക്കാം. ഇത് കഴിഞ്ഞ കുറേ കാലം നമ്മൾ എപ്പോഴും ആലോചിക്കണായിരുന്നു വെച്ചാൽ, ഏതാണ്ട് ഈ തന്ത്രി കുടുംബത്തിന്റെ അവകാശവാദത്തിൽ പോലും തർക്കമുള്ള അറിയാമല്ലോ. ഇതാ മലയാരന്മാരുടെ ക്ഷേത്രമായിരുന്നതും മലയന്മാരായിരുന്നു ഇതിൻ്റെ ഉടമകളെന്നും അത് ഏതാണ്ട് 1000 വർഷം മുമ്പ് ഇവർ അത് രാജ്യവ്യാപകമായി ബ്രാഹ്മണവൽക്കരണം നടന്നിരുന്നു. അത് ശങ്കരാചാര്യരുടെ കാലത്ത്. അപ്പം അങ്ങനെ ഈ ബ്രാഹ്മണവൽക്കരണ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തതാണ് ഇതെന്ന് എന്നുള്ള ഭാഷ്യം വേറെയുണ്ട്. ഇപ്പോൾ ഡോക്ടർ PC അലക്സാണ്ടറിന്റെ PhD തീസിസ്
അത് കേരളത്തിലെ ബുദ്ധിസ്റ്റ് സംഗതികളുമായിട്ടുള്ള അതിൻ്റെ വളർച്ചയും പ്രശ്നങ്ങൾ തകർച്ചയും അന്നത്തെ ഈ ഹിന്ദുക്കളുടെ കടന്നു വരവൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തീസിസ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരം പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ. 1075 1075 അതായത് 1000 വർഷം മുമ്പ് 1000 വർഷം മുമ്പ് ശബരിമലയ്ക്ക് ആദ്യം തീ പിടിക്കുന്നത്. അന്നത്തെ റെക്കോർഡ്സിലുണ്ട് ആ പുനഃപ്രതിഷ്ഠ നടത്തിയത് ഈ താഴവൺ കുടുംബത്തിലെ ഒരു ശങ്കരരോ പ്രഭാകരോ അങ്ങനെ കണ്ട ആളെന്ന് പറയുന്നുണ്ട്. പിന്നെ 1952 ഒരു ക്രിസ്ത്യൻ കുടുംബം തീ കത്തിച്ച ഒരു വിഷയമുണ്ടായത്. അന്ന് ഈ വിഗ്രഹം തകർന്നു പോയില്ല, പക്ഷെ വിഗ്രഹത്തിന് കേടുപാട് പറ്റിയിരുന്നു. അന്ന് വീണ്ടും പ്രതിഷ്ഠ നടത്തിയത് ഈ ശങ്കരൻ എന്ന് പറയുന്ന താഴവൺ കണ്ഠരര് ശങ്കരൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ദീർഘകാലത്തെ പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട്. നമ്മൾ ആ പാരമ്പര്യം നിഷേധിക്കാൻ പാടില്ല. കാരണം അവർക്ക് ശബരിമല അത്ര അടുത്ത ആള് തന്നെയാണ് അവർ. മാത്രമല്ല അവർ വല്ലാതെ ശബരിമല നമ്മൾ ശബരിമല നിൽക്കുന്നതിന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒന്നാണ് തന്ത്രിമാർ. അവിടെ അവരെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവരാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ മാധ്യമങ്ങളായിട്ട് വളരെ സഹകരിക്കുന്ന ഒരാളുമായിരുന്നു അദ്ദേഹം. എപ്പോഴും ഈ മോഹനരര് പെണ്ണ് കേസ് കുടിക്കും, പിന്നെ അങ്ങനെ ഔട്ടായെന്ന് തോന്നുന്നു. തന്ത്രിയായിരുന്നു. ഇപ്പൊ തന്നെ മകനുണ്ട് കണ്ഠരര് മഹേഷ് മോഹനര്, അങ്ങനെ മഹേഷ് മോഹനരുടെ മകൻ അദ്ദേഹം തന്ത്രിയാന്ന് തോന്നുന്നു. മഹേഷ് മോഹനരെ എന്ന് മാത്രമല്ല, എന്നെ ഏറ്റവും കൗതുകം ഉണർത്തിയത് ഈ രാജീവരുടെ മകൻ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ല, ഈ രാജീവരില്ലേ, രാജയുടെ മകൻ ഇതാണല്ലോ തന്ത്രിയല്ലേ, തന്ത്രിയാണ്. അടുത്തത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ഠരര് രാജീവര് ഇപ്പം പേരിന് മാത്രമേ ഉള്ളൂ, മകനാണ്. മകൻ ബ്രഹ്മദത്തനോ എങ്ങനെയാണ് പേര്. ഈ മകൻ ഈ പയ്യൻ്റെ ചരിത്രം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. നല്ല കിടിലോൾക്കിടനും ഇൻ്റലിജൻറ്റ് കഥാപാത്രമാണ്. ഇവൻ 32-33 വയസ്സേ ഉള്ളൂ. ഇവൻ ഇവിടുന്ന് ലോ പാസ്സാവുന്നു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഈ ലോ പാസ്സായിട്ട് ഇവൻ LLM പഠിക്കാൻ വേണ്ടി സ്കോട്ട്ലൻഡിൽ പോന്നു. സ്കോട്ട്ലൻഡ് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് സ്കാട്ട്ലൻഡ് പറഞ്ഞ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി അവൻ LLM പാസ്സാവുന്നു. എന്ന് മാത്രമല്ല, ഇവൻ മൾട്ടിനാഷണൽ കമ്പനികളിൽ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. കോട്ടയം ബാർ കുറച്ചാലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തകർപ്പൻ പയ്യനാണ്. 32 വയസ്സോ 31 വയസ്സായപ്പം അവൻ 2 കൊല്ലം മുമ്പ് ഈ ജോലിയെല്ലാം രാജിവെച്ച് ഈ തന്ത്രിയാകാൻ വന്നു. സിനിമയിലെ കാണുന്നത്. അതായത് ഈ ജൈന മതത്തിലും വലിയ സമ്പന്നര് അത് വിട്ടിട്ട് അവര് സന്യാസത്തിലേക്ക് പോകാറുണ്ട്. വലിയ ചെറിയ പ്രായത്തിലൊക്കെ ജൈനമതത്തിൽ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. കണ്ഠരര് രാജീവർക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന ആളല്ലേ അദ്ദേഹം? കണ്ഠരര് രാജീവർ കൃഷി വകുപ്പിലായിരുന്നു. ലീവ് എടുത്തൊക്കെ അദ്ദേഹം ജോലി ചെയ്ത് കൃഷി വകുപ്പിരുന്നു. പക്ഷെ ഈ പയ്യൻ വിദ്യാഭ്യാസമുള്ള, വലിയ വിദ്യാഭ്യാസമുള്ള, ഭയങ്കര അറിവുള്ള, നല്ല മോസ്റ്റ് മോഡേൺ ആണ്. മോസ്റ്റ് മോഡേൺ. അപ്പൊ ഈ ആത്മീയ വിഷയങ്ങൾ നല്ല ധാരണയുള്ള ആള് നന്നായി പഠിച്ചു. ഇവരൊക്കെ ഈ ഉപനയനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ ഉപനയനം എന്ന് പറയുന്ന സാധനം അന്ന് മുതൽ ഇവർ പഠിക്കും. ഈ പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കും. അങ്ങനെ ഇവർ പഠിച്ച് പരിശീലിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പം പലരും ചോദിച്ചു, തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് പോയാൽ പൂജ മുടങ്ങുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികം. ഒന്ന്, പൂജയിൽ ദൈനംദിന പൂജയിൽ തന്ത്രിക്ക് റോളില്ല. 2, ഇപ്പോൾ ടെക്നിക്കലി 3 തന്ത്രിമാരുണ്ടാവും ഒരേ സമയം. ഒരാൾക്കാർക്ക് ഇൻചാർജ് എന്നേ ഉള്ളൂ. 3 തന്ത്രിമാരുണ്ടാവും. അപ്പോൾ ഇപ്പം ചുമതലക്കാരൻ ഈ പയ്യനാണ്, രാജീവരുടെ മകനാണ്. അപ്പോൾ ഈ രാജീവർ ജയിലിലാണെങ്കിലും മകന് ശബരിമലയെ ഒരു തരത്തിലും ബാധിക്കില്ല. മാത്രമല്ല മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ, കണ്ഠരര് മഹേഷ് മോഹനരും ഉണ്ടല്ലോ. മഹേഷ് മോഹനുണ്ട്. മോഹനർ ഇപ്പം ഇല്ലേ, സജീവല്ലെന്നാണ് അദ്ദേഹം. ഇപ്പം അന്നാ കേസൊക്കെ വന്നു, എന്തോ കെട്ടിയിട്ടെന്നോ പിടിച്ച് ശോഭാജോ കേരളത്തിൽ അത് വനിതാ ഗുണ്ട ആയിരുന്നല്ലേ. എന്തായാലും അവിശ്വസനീയമായ വാർത്തകളാണ് പുറത്ത് കേൾക്കുന്നത് അല്ലേ? തീർച്ചയായും നമ്മൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മൾ പറയാറുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നത്. ഒരു സംശയം ഞാൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ ഭഗവാന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. പിതൃസ്ഥാനീയനായ തൻ്റെ പിതാവിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് ഭഗവത് രൂപത്തിലിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. അത്ര ഇത് വലിയ അന്താരാഷ്ട്രത്തിൽ വലിയ വാർത്തയാവും. കാരണം അത്ര ലോക പ്രശസ്തമായ ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരുന്ന കണ്ണീരോടെ, അതും ശബരിമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് പല ക്ഷേത്രങ്ങളും ചെന്നാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊരു 2-3 മിനിറ്റുകൾ നിൽക്കാം. ഇത് തള്ളിവിടുക, നിന്നായ പോലെ നിൽക്കുക. നമുക്കൊന്ന് കണ്ടു പോകാം. ആ ഒരു
കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയധികം വ്രതം അനുഭവിച്ചു പോകുമ്പം അതിൻ്റെ ചുമതലക്കാരൻ, അതിൻ്റെ പിതൃതുല്യനായിരിക്കുന്ന ആൾ, അതിൻ്റെ നടത്തിപ്പുകാരൻ, അതിൻ്റെ ആത്മീയ ചേതന ഉൾപ്പെട്ട ഒരാൾ അറസ്റ്റിലായിട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ആണ്. കേരളത്തിൽ ഒരു വർഷം ആദ്യത്തെ സംഭവമാണിത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പറഞ്ഞ ശബരിമലയെന്നല്ല, കേരളത്തിലെ തന്നെ ഒരു പക്ഷേ മൊത്തത്തിൽ അല്ലേ ഒരു ക്ഷേത്ര തന്ത്രി, ഞാൻ പറഞ്ഞ പൂജാരിമാരും മറ്റും പലരും അറസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പള്ളിയിലെ അച്ഛന്മാരും ഈ ഉസ്താദിമാരും മുക്രിമാരും പൂജാരിമാരും ഒക്കെ പല പീഡനത്തിലും അറസ്റ്റിലാവാറുണ്ട്. പക്ഷേ ഒരു തന്ത്രി അതും ശബരിമല തന്ത്രി ഇത്ര ഒരു വിഷയത്തിൽ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയി എന്ന് പറയുന്ന ഒരു കേസ്. അപ്പോൾ ഒരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. കാരണം അത് സഹിക്കാൻ ആലോചിച്ചൊക്കെ, ഭഗവാനെ മോഷ്ടിക്കാൻ തന്ത്രി കൂട്ടുനിന്നു എന്ന് വന്നാൽ ടെക്നിക്കലി അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ. അല്ലാതെ ഈ മുതലുണ്ടാക്കാൻ വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടി ഭഗവാനെ മോഷ്ടിക്കാനായിട്ട് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അല്ല. നമ്മുടെ നാട്ടിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഇത്തരത്തിലിരിക്കുന്ന എല്ലാ മേഖലയിലും ആൾ ശ്രദ്ധിക്കണം. തങ്ങൾക്ക് ചുറ്റും വന്ന് കൂടുന്ന ഈ ക്ഷുദ്രജീവികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവരൊന്നും നമ്മളെ നിരന്തരം പുകഴ്ത്തി കൂടെ നിന്ന് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് ഭാവിച്ചിട്ട് ഇവരെ കാണിച്ചായിരിക്കും അവന്മാർ ഈ കച്ചവടം മുഴുവൻ നടത്തുന്നത്. പിണറായി വിജയന് പോലും പറ്റിയത് ഈ റെജി ലൂക്കോസ് പോലും കച്ചവടത്തിന് ശ്രമിച്ചു. ഞാൻ അവതാരങ്ങളെ കേട്ടിട്ടെന്ന് ആദ്യം പറഞ്ഞതാണ്. ഈ റെജി ലൂക്കോസ് നിങ്ങളുടെ സുഹൃത്താണ്. ഇന്നലെ ആരുടെ കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, റെജി ലൂക്കോസിനെ കുറിച്ച് പറയുമ്പോൾ രാജ്മോഹൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയാത്തിടത്താണ് പലപ്പോഴും സൽപ്പേര് നഷ്ടപ്പെടുന്നത്. ഒരു തന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും, അതും ശബരിമല തന്ത്രി കുടുംബത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറി. അതുകൊണ്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് മോഷണ കേസിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ല. സാങ്കേതികമായി പോറ്റിയെ കയറ്റി പോറ്റി നടത്തിയ തട്ടിപ്പിലൊക്കെ നിശബ്ദമായി അറിയാതെ നിന്നുകൊടുത്തതിനാണ് ശിക്ഷ അനുഭവിച്ചത്. എന്തായാലും ബോധപൂർവം രാഷ്ട്രീയ ശ്രദ്ധ മാറ്റാൻ വേണ്ടി കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായതാണെന്ന് കരുതി. എന്തായാലും വിശ്വാസി എന്ന നിലയിൽ ഹൈക്കോടതി എന്ന് പറയാൻ ചെയ്തില്ല, മനസ്സിലാവുകയാണെങ്കിൽ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും മറ്റേ പുള്ളിയെ പിടിച്ചിട്ടില്ല, പ്രതിയാണ്. നമ്മുടെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതെവിടെയാണെന്ന് അറിഞ്ഞു. ശങ്കർദാസിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും ഒരു വിശ്വാസി എന്ന നിലയിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിലെ ഭഗവാന്റെ ആത്മീയ തേജസ് ഉൾക്കൊള്ളുന്ന, ഭഗവാന്റെ പിതൃതുല്യനായ, ഭഗവാന്റെ പ്രതിനിധിയായ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി ജയിലിലാണ്. ഇനി വരാൻ പോകുന്ന ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ഇത് ജാമ്യമൊന്നും കിട്ടത്തില്ല. ഇന്നലെയും പത്മകുമാർ പോയിട്ട് നീ പോയി പണി നോക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണല്ലോ സുപ്രീം കോടതി ഓർഡറാന്ന് പറഞ്ഞു. വെറുതെ വിട്ടില്ല. ഇപ്പം ഇത്തരം ഒരു കേസിൻ്റെ ഏറ്റവും വലിയ ഗതികേട് ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഭഗവാൻ രക്ഷിക്കട്ടെ കണ്ഠരര് രാജീവരെ തന്ത്രിയെ, ഭഗവാൻ രക്ഷിക്കട്ടെ ഭഗവാനെ തന്നെ, ഭഗവാൻ രക്ഷിക്കട്ടെ ആ മഹാക്ഷേത്രത്തെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.